ഈ മരണത്തിലേക്ക് നയിച്ചു. അവിടെ ആരും ഉൾപ്പെട്ടിട്ടില്ലെന്നും അത് കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടം ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നുള്ള മന്ത്രിമാരുടെ പരാമർശമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെന്ന്. അതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. സാധാരണഗതിയിൽ തന്നെ ഒരു ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണാൽ സർക്കാർ അതിനാവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് സർക്കാരിൻ്റെ അനാസ്ഥ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിൻ്റെ കാരണം മന്ത്രിമാരുടെ ഇടപെടൽ ആയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 25 ലക്ഷം രൂപ മിനിമം ഈ കുടുംബത്തിന് സഹായമായി കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സാ സഹായം മുഴുവൻ നൽകണം. കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി നൽകണം. ഈ 3 കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അടിയന്തരമായി ചെയ്യേണ്ടത് കുട്ടിയുടെ ചികിത്സയാണ്. ആ ചികിത്സ സർക്കാർ സൗജന്യമായി നടത്തിക്കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊടുക്കും ചികിത്സയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് മെഡിക്കൽ കോളേജ്. ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും. സർക്കാർ 25 ലക്ഷം രൂപ കൊടുക്കുന്നില്ല, വേറെ തരത്തിലൊന്ന് സഹായം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ പൂർണ്ണമായി അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും, ഉത്തരവാദിത്തത്തോടുകൂടി സ്വീകരിക്കും. കാരണം ആ കുടുംബത്തെ അനാഥമാക്കാനും ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണത്. അവർക്ക് വിഷമിക്കാനും ഈ ചികിത്സ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, വീട് പണി പോലും പൂർത്തിയാക്കാത്തൊരു വീടാണ്. അതിനെല്ലാം ആവശ്യമായ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യും. ആദ്യം ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത് ചികിത്സ നടത്തുകയും ഒരു നഷ്ടപരിഹാരം 25 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയാണ്. അത് സർക്കാർ ചെയ്യാൻ തയ്യാറല്ല. ഓരോ വാശിയാണല്ലോ. ഒരാൾ പോലും ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല കുടുംബത്തിൽപ്പെട്ട ഒരാളെ. ചെയ്തില്ലെങ്കിൽ ചികിത്സ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കാര്യം ഞങ്ങൾ ചെയ്യും. ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ച് 2012 ആദ്യം റിപ്പോർട്ട് വന്നത്. അന്ന് UDF സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നത്. അന്ന് എന്താണ് ഇതിനെ സംബന്ധിച്ച് ചെയ്തത്? അല്ലല്ല, ഓരോ കാലഘട്ടത്തിലും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പഴയ കെട്ടിടങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് KER ആണ് സ്കൂൾ കെട്ടിടങ്ങൾ. ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം പൊളിച്ചു മാറ്റുന്നുണ്ടോ? കെട്ടിടത്തിൻ്റെ ഒരു കാലം ഇത്. അതെല്ലാം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് പോയി. ഇപ്പം അവിടെയുള്ള പ്രശ്നം അത് മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിച്ചത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നില്ല. ഇന്നലെ അവിടെ കുളിച്ച ആളുകളുണ്ട് 10 മിനിറ്റിന് മുമ്പ്. അന്നലെ അവിടെ ആ ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വന്നിന്ന് നുണ പറയുന്നത്? എന്തിനാണ് മന്ത്രിമാർ വന്ന് നുണ പറയുന്നത്? അവിടെ ആരും ഉപയോഗിക്കാറില്ല, അതിനകത്ത് ആരും കയറിയിട്ടില്ല, അത് പൂട്ടിയിട്ടാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഒരു സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ പറയും ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക്, ശ്രദ്ധിക്കുക, ആരെങ്കിലും മിസ്സിംഗ് ആണെന്ന് നോക്ക്, എന്താണെന്ന്.